1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് അടിസ്ഥാന നിയമ സംവിധാനത്തിന്റെ ഒരു തത്വമാണ്. The soul of royal art, Kairali Jewelers. പക്ഷേ പാലത്തായി പോക്സോ കേസിൽ കോടതി അത് കൃത്യമായി പാലിച്ചോ എന്ന് സോഷ്യൽ മീഡിയ തന്നെ ചോദിക്കുകയാണ്. പോലീസോ അല്ലെങ്കിൽ അഡ്വക്കേറ്റുമാരോ കോടതിയിൽ മുമ്പാകെ ഹാജരാകുന്ന തെളിവുകളാണോ കോടതി അവസാനമായ ഒരു മുഖവിലയായി എടുക്കുന്നത്? സാധാരണക്കാരുടെ ശ്രീകോവിലായ നീതിപീഠമാണ് കോടതി എന്ന് പറയുന്നത്. ആ കോടതിയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഓരോ കോടതികളും ഓരോ ഉത്തരവ് പുറപ്പെടുവിക്കും, അത് വിവാദമായി മാറും. സുപ്രീം കോടതി ആ ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കും. അങ്ങനെ തരത്തിൽ പല പ്രശ്നങ്ങളും കോടതികളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതിനൊക്കെ ആര് പരിഹാരം കാണുമെന്ന് സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ്. പറഞ്ഞു വരുന്നത് പാലത്തായി പോക്സോ കേസിനെ പറ്റിയാണ്. ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന അധ്യാപകനും BJP നേതാവുമായ പത്മരാജന്റെ ശിക്ഷാവിധി ഹൈക്കോടതി മരവിപ്പിച്ചതോടെ പുറത്തു വരുന്നത് വൻ ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന തന്നെയാണ്. സംഭവത്തിൽ അന്നത്തെ CPM സർക്കാരിന് പോലും പത്മരാജൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്ന യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തലശ്ശേരി ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി വിധിച്ച ജീവപര്യന്തം തടവും 20 വർഷം കഠിന തടവും ഉൾപ്പെടുന്ന ശിക്ഷ ചോദ്യം ചെയ്ത് പത്മരാജൻ സമർപ്പിച്ച അപ്പീലിലാണ് ഇപ്പോൾ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുള്ളത്. പാലത്തായി UP സ്കൂളിലെ 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ ടോയ്ലറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാരോപിച്ച് 2020 മാർച്ച് 17 പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും കേസിലെ സാഹചര്യ തെളിവും കുട്ടികളുടെ മൊഴികളും അവിശ്വസനീയമായി തോന്നിയിരുന്നു. വിചാരണ കോടതി ഏകപക്ഷീയമായ കഠിനമായ ശിക്ഷാവിധിയാണ് പുറപ്പെടുവിച്ചത്. അപ്പോൾ ഈ കോടതിയിലെ ജഡ്ജിയൊക്കെ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇരുന്ന് കേസ് വാദിക്കുന്നതെന്ന് നമ്മളൊക്കെ ചോദിച്ചു പോകും. ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ ചോദിച്ചു പോകും. കോടതിയുടെ തലയ്ക്ക് മീതെ കേസുകൾ കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു നിരപരാധിയെ കോടതി ഇങ്ങനെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഈ നിരപരാധി ഇത്രയും വർഷം ഈ നിരപരാധിയുടെ കുടുംബവും ഇത്രയും വർഷം അനുഭവിച്ച കഷ്ടതകൾ പൊതുജനത്തിന്റെ മുന്നിൽ നാണം കെട്ടി നിന്നപ്പോഴൊക്കെ ഇതിനൊക്കെ ആര് അതിനുള്ള സമാധാനം പറയുമെന്ന് കോടതി തന്നെ പറയണം. എന്നാൽ അത് ഏകപക്ഷീയമായ വിധിയാണെന്ന് പുറപ്പെടുവിച്ച് പൊതുവെ ഒരു ആരോപണം ഉയർന്നിരുന്നു. തുടർന്ന് വിചാരണ കോടതി വിധിയിലെ വസ്തുതാപരമായ വൈധൂര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. ഇരയായ പെൺകുട്ടിയുടെ മൊഴികളിൽ കടുത്ത വൈരുദ്ധ്യങ്ങളും വൻ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടെന്ന് പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചു. സംഭവം നടന്നതായി ആരോപിക്കപ്പെടുന്ന സ്ഥലം സ്കൂളിലെ അധ്യാപകനും വിദ്യാർത്ഥികളും നിരന്തരം ഉപയോഗിക്കുന്ന ഭാഗത്താണെന്നതും അഡ്മിനിസ്ട്രേഷന്റെ മുറിക്ക് തൊട്ടടുത്തുള്ള ഈ സ്ഥലത്ത് വെച്ച് അത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യത ഇല്ല എന്നും ചൂണ്ടിക്കാണിച്ചു. സംഭവം നടന്നതായി പറയപ്പെടുന്ന സ്കൂൾ ടോയ്ലറ്റിനെ കുറിച്ചുള്ള വിവരണത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി. അഡ്മിനിസ്ട്രേഷന്റെ മുറിക്കും ക്ലാസ് മുറികൾക്കും തൊട്ടടുത്തും 600ഓളം കുട്ടികൾ പഠിക്കുന്നതുമായ ചെറിയൊരു സ്കൂളിൽ ഇത്തരം സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് വാദിച്ചത്. ഇതൊക്കെ സാമാന്യ ബോധമുള്ള തലയ്ക്ക് വെളിവുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സ്കൂളിന്റെ പടിയിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ക്രൈം സീൻ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ലെന്ന്. പിന്നെ ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് നടക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കേരള പോലീസിൽ. നല്ല പോലീസ് ഉദ്യോഗസ്ഥർക്കും കൂടെ ചീത്തപ്പേര് വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടി ആ കാക്കിയുടെ വില കളയാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈയും കാലും ഒക്കെ പിടിച്ച് അവർ പറയുന്നത് പോലെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറെ പോലീസുകാരുണ്ട്. അവരൊക്കെയാണ് നമ്മുടെ കേരള പോലീസിന്റെ ചീത്തപ്പേര് കൊണ്ട് ഒരു അഭിഷേകം നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമണത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും അണുബാധ മൂലം ചൊറിഞ്ഞതുകൊണ്ടുണ്ടായ പരിക്കുകളാകാമെന്ന് തുടർന്ന വൈദ്യ പരിശോധനാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായും വ്യക്തമാക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് കേസിന് പിന്നിലെന്ന വാദവും പ്രതിഭാഗം ഉയർത്തി. കേസിലെ രേഖകളും അതിജീവിതയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും പരിശോധിച്ച കോടതി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിൽ പ്രഥമനിഷ്ഠ കാമ്പുണ്ടെന്ന് നിരീക്ഷിച്ചു.